ആശയങ്ങൾ ഞാനൊന്ന് തുറക്കാം. എന്തിനാ ഇത് ദൈവം ചെയ്തത്, എപ്പോഴാ ദൈവം ഇത് ചെയ്തത്? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ എൻ്റെ കൂടെ വന്നേ, പെട്ടെന്നൊന്ന് വന്നേ. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. ദൈവം എങ്ങനെ ചെയ്തത്? ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയത്. ഹല്ലേലൂയ. അതെപ്പോഴാ സംഭവിച്ചത്? അടുത്ത വാക്ക്, 8-ാം വാക്യം നോക്കിയേ. 8-ാം വാക്യം. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാണ്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളിൽ സംഭവിച്ചത് ഇതാണ്. ഏതാണ്? നിങ്ങൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. അഥവാ നിത്യജീവൻ സ്വർഗത്തിൽ പോയിട്ട് നിങ്ങൾ അനുഭവിക്കാനുള്ളതല്ല, ഭൂമിയിൽ വെച്ച് എപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവരാജ്യം വന്നോ, ദൈവരാജ്യത്തിന്റെ രാജാവിന് എപ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് സ്വീകരിച്ചോ, അപ്പോൾ തന്നെ നിത്യജീവൻ നിങ്ങളുടെ ഉള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു. സ്വർഗീയ ജീവനെയാണ് നിത്യജീവൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, സ്വർഗീയ ജീവൻ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചോ ബ്രദറെ. 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോ. 7-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ ഒരു പരിജ്ഞാനം എല്ലാവരുടെയും ഉള്ളത്തിലേക്കും പറയട്ടെ. ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് നോക്കിയിരിക്കുന്ന വ്യക്തിയല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. പറഞ്ഞാൽ താല്പര്യമുണ്ടോ എൻ്റെ കൂടെ? ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് നോക്കിയിരിക്കുന്ന വ്യക്തിയല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ സന്തോഷമുണ്ട്? ഉറക്കെ പറ. ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഉറക്കെ പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നു. ആരോ ചോദിക്കുന്നു, ബ്രദർ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. ഏതാ ഈ സ്ഥലം? മാർത്താണ്ഡത്താണല്ലോ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ചേരുന്നില്ല. മാർത്താണ്ഡത്തിരിക്കുന്ന ഞാൻ എങ്ങനെയാ ഇവിടെ ഇരുന്നോട് പറയുന്ന സ്വർഗത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു എന്ന്? അത് ഒരു ഭോഷത്വമായി പോവുകയില്ലേ? ഇല്ല, അതൊരു കള്ളത്തരമായി പോവുകയില്ല. കാരണം അത് വചനം പറഞ്ഞ സത്യമാണ്. എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത് വചനം പറഞ്ഞ സത്യമാണ്. ഒന്ന് പറഞ്ഞേ, വചനം പറഞ്ഞ സത്യമാണത്. നിങ്ങൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് വചനം പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം നിങ്ങളൊന്ന് എടുത്തേ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ഇവിടെയാണോ നമ്മുടെ പൗരത്വം, അതോ അവിടെയാണോ നമ്മുടെ പൗരത്വം? എവിടെയായിരിക്കുന്നത് അവിടെയല്ലേ പൗരത്വം. ഹല്ലേലൂയ. നോക്കി 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കണ്ടോ, സിറ്റിസൺഷിപ്പ്, പൗരത്വം കിട്ടിയെന്ന്. എവിടെ? സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും എന്നാണോ? സ്വർഗത്തിലാകുന്നു. ഹലോ, നമ്മളെല്ലാവരും നോക്കുന്നത് എങ്ങനെങ്കിലും എൻ്റെ ബ്രദറെ, ഞാൻ ഈ യോഗത്തിനൊക്കെ വരുന്നതിൻ്റെ ഉദ്ദേശം, കൈയടിക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം എങ്ങനെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. നോ. എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകേണ്ട വ്യക്തി അല്ല നിങ്ങൾ. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനും സ്വർഗം ഭൂമിയിൽ സ്ഥാപിപ്പാൻ അയക്കപ്പെട്ടവനും സ്വർഗീയ പൗരനും അത്രേ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ സ്വർഗീയ പൗരനാണ്? ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്നതാ ഉള്ളതെന്ന് ഭൂമി കാണിച്ചു കൊടുക്കാൻ മോഡലായിട്ട് ഇറക്കി വിട്ടതാ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ശേഷം. എത്ര പേർക്ക് കേട്ടു എന്നറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് പതിയട്ടെ. എന്നെ സ്വർഗത്തിൽ ഇരുത്തിയ ശേഷം സ്വർഗം ഭൂമി സ്ഥാപിക്കാനായിട്ട് അയച്ചതാണ്. അവിടെ ഇരുത്തപ്പെട്ട ആൾക്ക് മാത്രമേ അവിടെ ഉള്ളത് ഇവിടെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ എന്നെ ഇരുത്തി സ്വർഗരാജ്യത്തിന്റെ മുഴുവൻ സമാധാനവും എൻ്റെ അകത്ത് തന്നിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകാൻ താണ ഭൂമിയിലേക്ക് എന്നെ അയച്ചതാ. അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടുത്തുകാരനല്ല, ഇവിടെ ആയിരിക്കുന്നു ഒരു സമയത്തേക്ക്. എത്ര പേര് കേട്ടു എന്നറിയത്തില്ല. ഇവിടെ ആയിരിക്കുന്നു ഒരു സമയത്തേക്ക്, ഒരു ഡ്യൂട്ടിക്ക് വന്നതാ. അടുത്തിരിക്കുന്നതായിട്ട് പറ, ഒരു ഡ്യൂട്ടിക്ക് വന്നതാ. ഹല്ലേലൂയ. ഡ്യൂട്ടിക്കിടയിൽ മരിച്ചാൽ പേടിക്കണ്ട, ഡ്യൂട്ടിക്ക് വിട്ടവൻ വരുമ്പം നീ പോകും. ഹലോ, നിങ്ങൾ സ്വർഗത്തിന്റെ സ്ഥാനാപതികളായി ഭൂമിയിൽ അയക്കപ്പെട്ടവരാണ്. ഈ ഉറപ്പ് ക്രിസ്ത്യാനികൾക്കെല്ലാം ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ
ഞാൻ സ്വർഗത്തിൻ്റെ സ്ഥാനാപതിയും സ്വർഗം ഭൂമിയെ സ്ഥാപിക്കാനും അയക്കപ്പെട്ടവനാണ്. ആത്യന്തികമായി മക്കളെ വളർത്താൻ അയക്കപ്പെട്ടവരല്ല നിങ്ങൾ. ആത്യന്തികമായി വീട് വെക്കാൻ അയക്കപ്പെട്ടവരല്ല നിങ്ങൾ. ആത്യന്തികമായി ജോലി ചെയ്യാൻ അയക്കപ്പെട്ടവരല്ല നിങ്ങൾ. ജോലി ചെയ്യുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാ. പക്ഷേ ഇതിൻ്റെ ഒന്നും അല്ല നിങ്ങളുടെ ഉദ്ദേശം. ആത്യന്തികമായി സ്വർഗം ഭൂമിയിൽ സ്ഥാപിപ്പാൻ അയക്കപ്പെട്ടവരാണ് നാം. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരും സ്വർഗം ഭൂമിയിൽ സ്ഥാപിപ്പാൻ അയക്കപ്പെട്ടവരും. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വ്യക്തികളൊന്നും മാറിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഈ ഒരു തിരിച്ചറിവ് എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഞാൻ തുറന്നു പറയാവേ, ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ സ്വർഗത്തിൽ അവനോടൊപ്പം ഇരുത്തപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കൺവെൻഷൻ വന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല, സ്വർഗം ഭൂമി സ്ഥാപിക്കാൻ അയക്കപ്പെട്ടതുകൊണ്ടാ. ഞങ്ങളുടെ കൂടെ വന്ന കുറെ പേരുണ്ട്, അവരും അത് കാണാൻ വേണ്ടി വന്നതാ. കരമടിച്ച് ഒന്ന് കർത്താവിന് വേണ്ടി സ്തോത്രം ചെയ്യും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും ഇദ്ദേഹവും ഇവരെല്ലാം നമ്മളെല്ലാവരും സ്വർഗം ഭൂമി സ്ഥാപിക്കാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ശേഷം അയക്കപ്പെട്ടവരാ. സ്വർഗത്തിന്റെ സ്ഥാനാപതികളായി സ്വർഗീയ പൗരത്വം തന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം തന്നെ പൗരത്വം അവിടെയാണെങ്കിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ജനനത്തിൽ നിങ്ങൾ ഇവിടുത്തെ പൗരനായെങ്കിൽ വീണ്ടും ജനനത്തിൽ നിങ്ങൾ സ്വർഗത്തിന്റെ പൗരന്മാരായിരിക്കുന്നു, ദൈവപുത്രന്മാരായിരിക്കുന്നു. പിന്നെ എങ്ങനെയാ ഇവിടെ ആയിരിക്കുന്നത്? ഇവിടെ എന്നെ അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, 5 വിധ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. ഈ ഡ്യൂട്ടിക്കിടയിൽ ഈ അപ്പോസ്തലനായിട്ട് ഞാനിങ്ങനെ പോകുന്നതിനിടയിൽ ആരെങ്കിലും തല്ലിക്കൊന്നാൽ എനിക്കൊരു പേടിയില്ല. എന്നെ ഡ്യൂട്ടിക്ക് വിട്ടവരെ ചേർക്കാൻ വേണ്ടി ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ അകമ്പടിയോടും കൂടെ രാജ്യത്തിന്റെ സന്നാഹത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് ഡ്യൂട്ടിക്ക് വിട്ടതിനിടയിൽ മരിച്ച ധീര ജവാനാകുന്ന ഞാൻ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ധീര ജവാന്മാർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അവരെ ആദ്യം ആദരിക്കും. ഹല്ലേലൂയ. വല്ലവരും സുവിശേഷം പ്രതിയായിട്ട് തല്ലിക്കൊല്ലുവാണോ? നീ ഭാഗ്യമുള്ളവൻ, നിന്നെ ആദ്യം ആദരിക്കും. ഹല്ലേലൂയ. മാർട്ടിയറാ നീ. സ്വർഗത്തിന് വേണ്ടി സ്വർഗം ഭൂമി സ്ഥാപിക്കാൻ അയക്കപ്പെടുന്നതിനിടയിൽ ഭൂമിയിലെ ആൾക്കാർ തല്ലിക്കൊന്നവനാ, നിന്നെ ഇവിടെ ഇട്ടേച്ച് പോകത്തില്ല, ആദ്യമേ പൊങ്ങും. അത് വരുന്നത് എന്തിനാണെന്നറിയോ? ഭൂമിയിൽ അയക്കപ്പെട്ടവരെ ചേർക്കാൻ വേണ്ടിയാ, അല്ലാതെ സ്വർഗത്തിൽ ആദ്യമേ കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ. ഹലോ, ആര് കേട്ടു? ഹല്ലേലൂയ. അവിടെ ഇരുത്തിയിട്ട് അയക്കപ്പെട്ടവരാ. അവിടെ ഇരുത്തിയ സീറ്റ് അവിടെ ഇപ്പോഴും റെഡിയാ. അവിടെ ഇരുത്തിയ മുഴുവൻ പ്രാഗൽഭ്യവും അവിടെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുമ്പോഴൊക്കെ പറയുന്നത്, സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, സ്വർഗീയ തെരഞ്ഞെടുപ്പിനാൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ഈ ലേഖനങ്ങൾ പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ ചിന്തിക്കുക, ദൈവമേ, ഈ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള പറച്ചിലില്ല, വീട് വെക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള പറച്ചിലില്ല, ജോലിക്കാരി ശരിയാകും എന്നുള്ള പറച്ചിലില്ല. ഇതൊന്നും വേണ്ടേ? എന്നാൽ അതിൻ്റെ എല്ലാം അപ്പുറത്ത് ലേഖനങ്ങളുടെ ഭാഷ പഠിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെല്ലാം അപ്പുറത്ത് നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു, സ്വർഗീയ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ഉന്നതമായ വിളിയാൽ വിളിച്ചിരിക്കുന്നു. കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട് ബൈബിൾ പറയുക, കിട്ടിയിരിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്നോട് പറഞ്ഞപ്പോൾ കർത്താവ് പറയുക, എടാ, അവിടെ ഇരുത്തിയ നിന്നെ സ്വർഗത്തിൽ സകല അനുഗ്രഹത്താലും അനുഗ്രഹിക്കാതെ താഴേക്ക് ഇറക്കി വിടുമോ? ഇല്ല. വരും കാലഘട്ടങ്ങളിൽ സ്വർഗം എങ്ങനെയാന്ന് ഭൂമിയിൽ എനിക്ക് കാണിക്കണം. അതിനുവേണ്ടി ഞാൻ എന്നെ വിശ്വസിച്ചപ്പോഴേ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു, സ്വർഗം ഭൂമിയിൽ സ്ഥാപിപ്പാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നവരെ, യേശുവിനെ വിശ്വസിക്കുന്ന മക്കളെ, സ്വർഗം നിങ്ങൾക്ക് ഒരു പ്രത്യാശയല്ല. പോയോ? ഇവിടെ വല്ലവരും ഉണ്ടോ? സ്വർഗം നിങ്ങൾക്കൊരു പ്രത്യാശയല്ല. ഹല്ലേലൂയ. നിങ്ങൾ അവിടെ ഇരുത്തപ്പെട്ടവരാ. നിങ്ങൾ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആശിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആശിക്കുന്ന കാര്യമല്ലത്, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. എത്ര പേര് അത് അനുഭവിക്കുന്നത് എനിക്കറിയത്തില്ല. സ്വർഗം എനിക്കൊരു പ്രത്യാശയല്ല, സ്വർഗം എനിക്കൊരു അനുഭവമാണ്. ഇന്ന് രാവിലെയും സ്വർഗീയ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടി ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്കറിയാം, ഞാൻ ഇവിടം കൊണ്ട് തീരുകയില്ല. ഇതിനിടയിൽ തീർന്നാൽ ഞാൻ ധീരജവാൻ, ഭാഗ്യമുള്ളവൻ, എന്നെ അയച്ചവൻ സന്നാഹവുമായി വന്ന് ആദ്യമേ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ തിരിച്ചറിവിലേക്കൊന്ന് നടന്ന വ്യക്തികൾ
ഒന്ന് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ആളാ. ഞാൻ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ആളാ. ഹല്ലേലൂയ. ഇവിടെ ആ ചെയ്ത്തെല്ലാം തീരുന്നത്. ഉപവസിച്ച് വയറ് നട്ടല്ലേലൊട്ടി. എന്തിനാ എൻ്റെ ബ്രദറെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എങ്ങനെയും എനിക്കൊന്ന് സ്വർഗത്തിൽ മോക്ഷം അണയണം. എങ്ങനെയും സ്വർഗത്തിൽ മോക്ഷം അണയാനുള്ള വ്യക്തിയല്ല നിങ്ങൾ. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരും സ്വർഗം ഭൂമിയിൽ സ്ഥാപിപ്പാൻ അയക്കപ്പെട്ടവരുമാണ്. ഈ തിരിച്ചറിവിൽ അങ്ങോട്ട് നിറയുമ്പോഴാ മക്കളെ നിങ്ങൾ സ്വർഗം ഇവിടെ വിളിച്ചിറക്കുന്നത്. ഇന്നിവിടെ വന്നിരിക്കുന്ന ആയിരങ്ങളുടെ മേളിൽ അന്ധകാര രാജ്യത്തിന്റെ ആധിപത്യം തകർന്നിട്ട് സ്വർഗം ഇവിടെ ഇറങ്ങി വരും. എന്താ കാര്യം എന്നറിയോ? സ്വർഗത്തിന്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്നേ, സ്വർഗത്തിന്റെ പ്രതിപുരുഷന്മാരാ ഇവിടെ വന്നിരിക്കുന്നേ. ഇതിന്റെ പ്രദേശങ്ങളിൽ പോലും ഇരുട്ടിന് അധികാരമില്ല. കരമടിച്ച് ആർത്തു വിളിച്ച് സ്വർഗീയന്മാർ. ആ പദം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാർ. ദൂതന്മാരെ നോക്കി വിളിച്ച വാക്കല്ല. ഒന്നാം മനുഷ്യൻ മണ്ണിൽ നിന്നുള്ളവനെ പോലെ മണ്ണിൽ നിന്നുള്ളവരും, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനെ പോലെ സ്വർഗീയന്മാർ. സ്വർഗത്തിൽ നിന്നുള്ളവനെ വിശ്വസിച്ചപ്പോ നിങ്ങൾ സ്വർഗീയന്മാരായിരിക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വലിയ പാടാ ഇത് പറയാൻ. ഇതങ്ങോട്ട് പറയാൻ വലിയ പാടാ. ഇതങ്ങ് വായിന്നങ്ങ് പൊട്ടി വീഴാൻ ഭയങ്കര പാടാ. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇനി ഉയർത്തെഴുന്നേൽക്കുമെന്ന. ഇനി സംഭവിക്കാൻ പോകുന്നത് രൂപാന്തരവാ. ഹലോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർക്ക് ആ ഉയർത്തെഴുന്നേൽപ്പ് ശരീര സ്വീകരണമാ. എന്നാൽ ജീവനോടെ ശേഷിക്കുന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പല്ല നടക്കാനുള്ളത്. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപത്തിന് അന്തരം വന്നവരായി. രൂപാന്തരം പറഞ്ഞേ ആ വാക്ക്, രൂപാന്തരം. ഉറക്കെ പറ, രൂപത്തിന് മാറ്റം വരും. ഹല്ലേലൂയ. ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇപ്പൊ നടക്കുകയാണ്. ഈ ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നതിനിടെ ഡ്യൂട്ടി തീർന്നു. ഇത് ഡ്യൂട്ടിക്കിട്ട ഉടുപ്പാ. അങ്ങനെ പറയാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഡ്യൂട്ടിക്കിട്ട ഉടുപ്പാ. ഈ ഉടുപ്പിട്ടുകൊണ്ട് കഴിഞ്ഞ 30 കൊല്ലമായി നടക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാ ഡ്യൂട്ടി തീർന്നു. എന്നാ ഡ്യൂട്ടി? ഭൂമിയുടെ അറ്റത്തോളം രാജ്യത്തിന്റെ സുവിശേഷം എത്തിക്കുക ഡ്യൂട്ടി. ഇതിനിടയിൽ ഇപ്പൊ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇന്ന് തന്നെ ലോകരാജ്യങ്ങളിൽ ഓൺലൈനായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി TV-യിലൂടെ വീക്ഷിക്കുന്നവരോട് ഞാൻ പറയാം, വേറെ ഒന്നിലും എൻഗേജ്ഡ് ആകരുത് കേട്ടോ. സ്വർഗം ഭൂമി സ്ഥാപിക്കുക എന്ന പരിപാടിക്ക് അപ്പുറത്ത് വേറെ ഒരു പരിപാടിയില്ല. കേട്ടവർക്കായി സ്തോത്രം. കമ്മിറ്റി കൂടാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, പ്രസിഡന്റ് ആകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ല നിന്റെ ആത്യന്തികമായിട്ടുള്ള വിളി. 8 പേരും 10 പേരും കൂട്ടി അപ്പുറത്തും ഇപ്പുറത്തും ഗ്രൂപ്പ് ഉണ്ടാക്കാനൊന്നും അല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. ആത്യന്തികമായി നീ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനും സ്വർഗീയ കൾച്ചർ ഇവിടെ ഇറക്കാനും വേണ്ടി അയക്കപ്പെട്ടവനുമാണ്. ഈ തിരിച്ചറിവിൽ ഈ ദിവസങ്ങളിൽ ജീവിച്ചോണം. അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് അറിയാമോ? ഭൗമികന്മാർ സ്വർഗീയന്മാരാകും, സ്വർഗീയന്മാർ ഭൗമികന്മാരായി പോകും. ഡ്യൂട്ടിക്ക് വേണ്ടി ഇട്ട ഉടുപ്പായത്. 30 കൊല്ലം ഡ്യൂട്ടിക്ക് വേണ്ടി ഇത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഡ്യൂട്ടി തീർന്നു. ഡ്യൂട്ടിക്ക് അയച്ചം വന്നു. ഡ്യൂട്ടി തീർന്നു. ഡ്യൂട്ടിക്ക് വിട്ടവൻ വന്നു. വിട്ടവൻ പറഞ്ഞു, ഈ ഉടുപ്പ് ഡ്യൂട്ടി തീർന്നില്ല, ഇനിയിപ്പോൾ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? ഈ ഉടുപ്പങ്ങ് അഴിച്ചു മാറ്റും. ഈ മർത്യമായതിൻ്റെ മേളിൽ അമർത്യമായത് ധരിക്കും. ജീസസ്. പൗലോസ് പറയാ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള വലിയ കൺഫ്യൂഷനിലാണ് ഞാനുള്ളത്. കാരണം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ശേഷം, ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട ശേഷം സ്വർഗീയ അനുഭവങ്ങൾ ഡെയിലി ആയ പിന്നെ അവിടെ അങ്ങ് കൂടാനാണ് എനിക്ക് താല്പര്യം. കാരണം അത്രയ്ക്ക് സന്തോഷമാണ്. പക്ഷെ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ടാ. കാരണം ഞാൻ സ്വർഗത്തിലിരുന്നാൽ നിങ്ങളോട് ആര് പ്രസംഗിക്കും? അതുകൊണ്ടാണ് ഞാൻ ശരീരത്തിലിരിക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ചിന്തിക്കുക. ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, കാരണം 2 ഓപ്ഷൻ എൻ്റെ മുമ്പിൽ നിൽക്കുക. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് എൻട്രി ചെയ്യാം. പക്ഷേ ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ ഇവിടെ ആര് സുവിശേഷം പറയും? ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ സുവിശേഷം അറിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല. ഒടുവിൽ ആ മനുഷ്യൻ പറയുക, ഞാൻ ഇപ്പം കുറച്ച് നാൾ ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹം പറയുന്നു, ഞാൻ പാനീയാഗമായിട്ട് ഒഴിക്കപ്പെടാൻ പോകുന്നു. വിട്ടുപിരിഞ്ഞാൽ ഇവിടെ കിടന്ന് കറങ്ങുന്നല്ല പറഞ്ഞേ, കർത്താവിനോട് കൂടെ ഇരിപ്പാൻ. വിട്ടുപിരിഞ്ഞാൽ
ഇവിടെ കിടന്ന് കറങ്ങുമെന്നല്ല എഴുതിയേക്കുന്നത്. വിട്ടുപിരിഞ്ഞാൽ കർത്താവിന്റെ കൂടെ, ശരീരത്തിലിരുന്നാൽ കർത്താവിന്റെ കൂടെ. ഓ, ഡ്യൂട്ടി കഴിയുമ്പോൾ ഇതാ സംഭവിക്കാൻ പോകുന്നത്. എത്ര പേര് ഇത് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ഡ്യൂട്ടി കഴിയുമ്പോൾ സൗരങ്ങളെ, നിങ്ങൾ ഞാനും എല്ലാം ഡ്യൂട്ടിയിലാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, ഡ്യൂട്ടിക്കിടയില്ല, ഉഴപ്പരുത്, ഉഴപ്പരുത്, ഉഴപ്പരുത്. ഡ്യൂട്ടിക്കിടയില്ല, 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 ഡ്യൂട്ടിക്കിടയില്ല. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സ്വർഗം ഭൂമി സ്ഥാപിക്കുക എന്ന ഡ്യൂട്ടിക്കിടയില്ല. വാക്കിനാലും പ്രവൃത്തിയാലും ഇതല്ലാതെ വേറെ ഒന്നും നോക്കരുത്. ചന്തയിൽ പോയാലും നിന്റെ ലക്ഷ്യം പച്ചക്കറി ആകരുത്, സ്വർഗം ഭൂമി സ്ഥാപിക്കണം. ഓ, പിക്നിക്കിന് പോയാലും നിന്റെ ലക്ഷ്യം സ്വർഗം ഭൂമി സ്ഥാപിക്കുക. നടന്നാൽ നിന്റെ ലക്ഷ്യം സ്വർഗം ഭൂമി, ഡ്രസ് ഇട്ടാൽ നിന്റെ ലക്ഷ്യം ദൈവ സ്വർഗരാജ്യം ഭൂമി സ്ഥാപിക്കുക. ബാർബർ ഷോപ്പിൽ പോയാൽ നിന്റെ ലക്ഷ്യം സ്വർഗരാജ്യം ഭൂമി. വേറൊരു ഉദ്ദേശം നിനക്കില്ല. ഈ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിപ്പി. ഉയരത്തിലെ സ്വർഗത്തെ എങ്ങനെ ഇവിടെ ഇറക്കാമെന്ന് മാത്രം ചെയ്യും. അത് കൺവെൻഷൻ വെച്ചാൽ നടക്കുമെങ്കിൽ കൺവെൻഷൻ പോയി, ഇനി പരസ്യം വെച്ചാൽ നടക്കുമെങ്കിൽ പരസ്യോഗം പോയി, ഇനി കവലകളിൽ നടക്കുമെങ്കിൽ നടക്ക്, വീട് കയറിയാൽ നടക്കുമെങ്കിൽ അത് ചെയ്യ്, ഓടി നടന്നാൽ പറ്റുമെങ്കിൽ അത് നടക്ക്. തലയും കുത്തി നിന്ന 10 പേര് കാണുമെങ്കിൽ തലയും കുത്തി നിൽക്ക്. ആള് കൂടുമ്പോൾ തേരെ തിരിഞ്ഞു വന്നിട്ട് സുവിശേഷം പറയും. Come on. കീബോർഡ് വായിച്ചാൽ പറ്റുമെങ്കിൽ ഇരുന്ന് കീബോർഡ് വായിക്കുക, പാടിയാൽ പറ്റുമെങ്കിൽ പാട്. എല്ലാത്തിലൂടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിനക്കൊരു നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടോ ഷാജിയെ? സൗണ്ട് പ്രവർത്തിക്കുക. ഒറ്റ ലക്ഷ്യമുള്ള ഇതിൻ്റെ അകത്തൂടെ അല്ല, സ്വർഗം ഭൂമി സ്ഥാപിക്കുക. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. സൗന്ദര്യം ഉണ്ടോ? സ്വർഗരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക, സ്വർഗരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്വർഗം ഭൂമി സ്ഥാപിക്കുക. ഡ്യൂട്ടിക്കിടെ മരിച്ചാലോ പേടിക്കണ്ട, പേടിക്കണ്ട. ആ മരിച്ച ഡ്രസ്സിൽ തന്നെ അവിടെ കിടന്നോട്ടെ, വേറെ ഡ്രസ്സ് തരാനാവും വരും. അസ്ഥി അസ്ഥിയോട് ബന്ധം വിട്ടാലും പേടിക്കണ്ട, ശരീരം കുഴിച്ചിടാൻ ആരുമില്ലാലും പേടിക്കണ്ട. ഭയങ്കര അഭിഷേകം ആരുമില്ലാലും കുഴപ്പമില്ല. വരുമ്പോ പൊങ്ങുന്നീ, വരുമ്പോ പൊങ്ങുന്നീ, വരുമ്പോ പൊങ്ങുന്നീ, വരുമ്പോൾ പൊങ്ങുന്നീ, വരുമ്പോൾ പൊങ്ങുന്നീ. പേടിക്കണ്ട. ഡ്യൂട്ടിക്കിടയിൽ മരിക്കുന്നവർ ഫസ്റ്റ് പ്രയോറിറ്റി, അവർക്കായി സ്തോത്രം. ഇപ്പോഴും ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുക, അതിനിടയിൽ വരുന്നെങ്കിൽ പേടിക്കണ്ട. വേറെ ഉപായം കൊണ്ട് അങ്ങേര് വരുന്നേ, വേറെ ഉപായം കൊണ്ട് ആള് വരുന്നേ, രൂപാന്തരപ്പെടും. ഓ, ഇതിന്റെ മേളിൽ വേറെ ഒരു ഉടുപ്പിടും. ഇത് താൽക്കാലികമായി കിട്ടിയതാ. ഓഹോ, ഇത് താൽക്കാലികമായി കിട്ടിയതാ. ഏറിയ 60 കൊല്ലം ഇത് ഇട്ടോണ്ട് നടക്കാൻ പറ്റും. എന്നാൽ അവൻ വരുമ്പോൾ ഇതിവിടെ അഴിച്ചു വെക്കും, അവൻ വേറൊന്ന് തരും. അവിടെ അത് ഇട്ടാലേ കയറാൻ പറ്റുള്ളൂ. അതാ കർത്താവ് പറഞ്ഞേ, അതാ പൗലോസ് വിളിച്ചു പറഞ്ഞേ, ഗംഭീരനാദത്തോടും പ്രധാന ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദത്തോടും അങ്ങനെ അയച്ചേ, അങ്ങനെ തിരിച്ചും വിളിക്കൂ. അംബാസഡറിനെ ഒരു രാജ്യം അയക്കുന്ന അങ്ങനെയാ, രാജ്യത്തിന്റെ മുഴുവൻ സന്നാഹത്തോടെ പെപ്പെ പെപ്പെ ഒക്കെ വെച്ച്, കാഹളമൊക്കെ അയച്ച്, പ്രധാന ദൂതനെയൊക്കെ വിളിച്ച്, മേജർ സോൾജിയേഴ്സ് എല്ലാം വന്ന്, ലെഫ്റ്റനന്റ് കേണലും ഒക്കെ വന്ന്, മുഴുവൻ സൈന്യത്തിന്റെ ബഹുമതിയോടുകൂടി അയച്ചതെങ്കിൽ അതേ മുഴുവൻ സൈന്യത്തോടെ ബഹുമതിയോടെ നിന്നെ തിരിച്ചു വിളിക്കാൻ ആ സൈന്യത്തോടെ ഇറങ്ങി വരും. അയച്ചവും വരും. അപ്പോസ്തല, പ്രവാചക, ഇടയ, സുവിശേഷക, ഇതാകുന്നു നിന്റെ സമയം. ചാടി എഴുന്നേൽക്ക, അത്ഭുതങ്ങളുടെ പ്രവർത്തിക്ക് ഇറങ്ങുക. നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരും സ്വർഗം ഭൂമിയിൽ സ്ഥാപിപ്പാൻ അയക്കപ്പെട്ടവരുമാണ്. കൈകാലുകൾക്ക് ബലമില്ലാതെ ഇവിടെ വന്നിരിക്കുന്നവർ, ചുമന്ന് ഇവിടെ കൊണ്ട് ഇരുത്തിയവർ, എഴുന്നേൽക്കാൻ തയ്യാറായിക്കോ. ഇനി നിങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ബലം വന്നു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കാലുകളിലേക്ക് ആ ബലം വന്നു കഴിഞ്ഞു. തളർന്നു വന്നിരിക്കുന്ന അത്രയും പേര്, തളർന്നു വന്നിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു. ജീസസ്. ഇത് എത്ര വർഷമായതാ? 3 വർഷം. എഴുന്നേറ്റ് നടക്ക്, എഴുന്നേറ്റ് നടക്ക്. ഓ, കരമടിച്ചോ യേശുവിന്റെ എഴുന്നേറ്റ് വാ, ഓടി വാ, നടക്ക്, എഴുന്നേറ്റ്. 3 വർഷമായി തളർന്നത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു. എഴുന്നേറ്റ് നടക്ക്, നടക്ക്, ആരും പിടിക്കയില്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, നടക്ക്, നടക്ക്, നടക്ക്. കാലെടുത്തു പോയി, എടുത്തെടുത്തു പോയി, എടുത്തെടുത്തു പോയി, എടുത്തെടുത്തു പോയി, എടുത്തെടുത്തു പോയി. ഞാൻ പറഞ്ഞില്ലേ, യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതങ്ങൾ. 3 വർഷം എടുത്തുപോയി, കാലെടുത്തെടുത്തു പോയി.
എടുത്തെടുത്ത് പോയി യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ ഓ കരമടിച്ച് ഒന്ന് യേശുവിന്റെ മഹത്വം കൊടുത്ത്. അപ്പൊ ഇത് എന്നെ പറ്റി 3 വർഷമായി. എന്നെ പറ്റി ഇത് സ്ട്രോക്ക് വന്നതാ. ഈ ഇടത്തെ വശം പോയാ ഇടത്ത് പിള്ള എന്നിട്ടാ യേശുവിന്റെ നാമത്തില്. ആരാധന 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 സ്തുതിയെന്നും അവന്. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്ന ഗ്ലോറി മഹത്വം എന്താണെന്ന് നിങ്ങൾ അറിയണം. நீங்க தேவனுடைய மகிமை எப்படிப்பட்ட நீங்கள் காண வேண்டும். ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല, நாங்கள் இவர்களுக்காக ஜெபிக்கவில்லை. ഈ 4 സ്റ്റെപ്പ് ഇവർ കയറി മേലെ വരുമ്പോൾ இவர்கள் 4 ஸ்டெப் கேற மேலே ஏறுவதற்கு முன்பதாக അവരുടെ മേലെ ഒരു ദൈവശക്തി വന്നടിക്കും. அவருக்கு மேல தேவனுடைய வல்லமை இறங்கி வர போகுது. അവരിപ്പോൾ സൗഖ്യമാകും. അവർ സൗഖ്യമാക പോறாங்க. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകും. യേശുവിനെ സുഖമാക്ക പോறாங்க. അവരുടെ ശരീരത്തിൽ നിന്ന് ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകും. അവരുടെ ശരീരത്തിൽ നിന്ന് ഭയത്തിന്റെ ആവി அந்த சகதி விட்டு வெளியேற போகிறது. കൂടെ കൂടെ രോഗിയാകുന്നത് ഇന്നുകൊണ്ട് തീരും. கூட கூட அடிக்கடி அவன் ബലവീനങ്ങൾ അത് ഒരിക്കൽ തീരുമാടാ. ഇന്നേക്ക് അത് തീര പോകുന്നത്. ഇന്നേക്ക് അത് തീർന്നു പോകും. ഇന്നേക്ക് അത് തീര പോകുന്നത്. സ്റ്റെപ്പ് വെച്ച് കയറി വാമാ. സ്റ്റെപ്പ് വെച്ച് அப்படியே மேலே 1 2 3 4. The glory is falling. Oh, get out. Oh, வெளிய போய் கொண்டிருக்கிறேன். ആമേൻ ആമേൻ Get out of this body. ആമേൻ ഈ ശരീരത്തെ വിട്ട് പുറത്തു വാ. ആമേൻ ആമേൻ. ഓ, അവൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. தேவன் தொட்டு கொண்டிருக்கிறார். ദൈവ വല്ലമേ അവൾ മേലെ വന്നുകൊണ്ടിരിക്കുന്നു. தேவ வல்லமை அவர்கள் மேல் இறங்கி கொண்டிருக்கிறது. Touch of Jesus. Oh, touch of Jesus. ஆமென் ஆமென். Touch of Jesus. ആമേൻ. Touch of Jesus. Touch of Jesus. 2 നിഴലുകൾ അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. 2 നിഴലുകൾ അതായത് 2 പിശാചുകൾ അവളുടെ ശരീരത്തെ വിട്ട് വെളിയേറി കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് തള്ളിപ്പിടിക്കണം. ഇങ്ങോട്ട് തള്ളിപ്പിടിക്കണം. The glory of Jesus. Glory of Jesus. The glory of Jesus. ഇവളുടെ മേൽ ആ മഹത്വം ഇറങ്ങട്ടെ. ദൈവങ്ങളുടെ മേൽ ദൈവ മഹിമ ഇറങ്ങട്ടെ. In the name of Jesus. The name of Jesus. In the ഇറങ്ങി വന്നുകൊണ്ടിരിക്കേ. ഇറങ്ങി കൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. സൗഖ്യമാകട്ടെ. സൗഖ്യമാകുക. അവൾ മേലെ യേശു തൊട്ട് കഴിഞ്ഞു. കരമടിച്ച് കൈകളെ തട്ടി യേശു കരങ്ങളെ യേശുവിന്റെ നാമത്തില് ദൈവ വല്ലമ ഇവർ മേലെ ഇറങ്ങട്ടാണ്ടവരെ. പരിശുദ്ധ ദൈവമേ ഞങ്ങളങ്ങെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മക്കളും പറഞ്ഞു യേശുവേ ഞങ്ങളങ്ങെ വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങെ ആശ്രയിക്കുന്നു. ഞങ്ങളങ്ങെ വിശ്വസിക്കുന്നു. ഈ കാലിലേക്ക് ശക്തി അടിക്കട്ടെ. യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. അഡ്വക്കേറ്റ് എന്ന് എഴുന്നേറ്റ് നടക്കും. കരമടിച്ച യേശുവിനെ സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തില. യേശുവിന്റെ നാമത്തില. യേശുവിന്റെ നാമത്തില. അവിടുന്ന് അത്ഭുത മന്ത്രി, അവിടുന്ന് വീരനാം ദൈവം, അവിടുന്ന് നിത്യപിതാവ്, അവിടുന്ന് സമാധാന പ്രഭു, ആരാധിപ്പാൻ യോഗ്യൻ, ആശ്രയിപ്പാൻ യോഗ്യൻ, സർവത്തിന് യോഗ്യൻ യേശുവേ നീ മാത്രം. നീ മാത്രം. അഡ്വക്കേറ്റ് സാർ എന്റെ കയ്യെ പിടിച്ചോ. യേശുവിന്റെ നാമത്തില് ഒരൊറ്റ പ്രാവശ്യം യേശുവിന്റെ നാമത്തിൽ ഇങ്ങ് എഴുന്നേൽക്കുകയാണ്. 1 2 3 ഇൻ ജീസസ് നെയിം. കരമടിച്ച് സാറ് തളർന്നിരിക്കുന്നത് യേശുവിന്റെ ഇഷ്ടമല്ല. സാറ് എഴുന്നേറ്റ് നടക്കുന്നതാ യേശുവിന്റെ ഇഷ്ടം. സാറ് പോട്ടെ. സാറിന്റെ വണ്ടി പോട്ടെ. പോട്ടെ സാറ്.